Okay, we'll have an interesting session on packaging. So, packaging as an industry has two sectors. Those who make packaging materials and those who convert these materials into packages. New packaging materials are fast replacing the old one. So, good packaging covers an idea of the quality of the product. So, it has a value distinct from the value of the product. So it is defined as the general group of activities in the product planning which involve designing and producing the container or wrapper for a product. So packaging is the activity concerned with the protection, economy, convenience and promotional consideration. So packaging is a big sector. Like there are many industries who do packaging for the companies. ഇപ്പോൾ കമ്പനികളിൽ അവരുടെ പ്രോഡക്ട്സ് ഡിസൈൻ ചെയ്ത് അതിനുശേഷം അവർ ചില കമ്പനികൾ അവരായിട്ട് തന്നെ പാക്കേജിങ്ങും ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ മറ്റുള്ള സെക്ടേഴ്സ് ആയിരിക്കും പാക്കേജിങ് ചെയ്ത് കൊടുക്കുന്നത്. സോ ദാറ്റ് മീൻസ് പാക്കിങ് അതല്ലെങ്കിൽ അതിൻ്റെ റാപ്പർ ഇതെല്ലാം മേക്ക് ചെയ്ത് കൊടുക്കുന്നത് വേറെ കമ്പനികളായിരിക്കും. ഓക്കെ, സോ അതാണ് പറഞ്ഞത് ദോസ് ഹു ആർ പാക്കേജിങ് മെറ്റീരിയൽസ് ആൻഡ് ദോസ് ഹു കൺവേർട്ട് ദീസ് മെറ്റീരിയൽസ് ഇൻ ടു പാക്കേജസ്. അപ്പം പാക്കിംഗ് സെക്ടേഴ്സും ഉണ്ട്, പാക്കേജസ് ഉണ്ടാക്കുന്ന സെക്ടേഴ്സും ഉണ്ട്. അങ്ങനെ രണ്ട് രീതിയിലുള്ള സെക്ടേഴ്സിനെ നമുക്കിവിടെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ. ബിക്കോസ് ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് അതിൻ്റെ പാക്കേജിലൂടെയാണ്. നിങ്ങൾ തന്നെ ഒരു കടയിൽ പോയിട്ട് ഒരു ലൂസ് പാക്കറ്റിലുള്ള പ്രോഡക്റ്റും ഒരു ബ്രാൻഡ് പാക്കറ്റിൽ വരുന്ന പ്രോഡക്റ്റും അത് തന്നെ നിങ്ങൾ ആ കമ്പയർ ചെയ്യുന്നതും അതിൻ്റെ ആ ബ്രാൻഡിനെ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ പാക്കേജ് കണ്ടിട്ടാണ് അല്ലേ. സോ ഇറ്റ് ഹാസ് എ വാല്യൂ ഡിസ്റ്റിങ് ഫ്രം ദി വാല്യൂ ഓഫ് ദി പ്രോഡക്റ്റ്. അപ്പം നമ്മുടെ പ്രോഡക്റ്റിൽ ഉള്ള അതേ വാല്യൂ ആണ് നമ്മൾ എന്തിനും നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ ആ പാക്കേജിന്. ബിക്കോസ് ഇറ്റ് കംസ് വിത്ത് ദി പ്രോഡക്റ്റ്. Okay, so that is the relevance of packaging. So it is an activity, so a group of activities in the product planning which involves there should be designing, producing the container or wrapper for a product. അപ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന വേറെ ഒരു ആക്ടിവിറ്റിയാണ് പാക്കേജിങ്. അപ്പോൾ ആ പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെ വേണം മാർക്കറ്റിലേക്ക് എത്തിക്കാൻ. അപ്പോൾ ഇഫ് ഇറ്റ് ഇസ് എ ലിക്വിഡ് കൈൻഡ് ഓഫ് എ പ്രോഡക്റ്റ് അതിനനുസരിച്ച് അതിനൊരു ഒരു കണ്ടെയ്നർ വി ഹാവ് ടു മേക്ക് വേർ ദ ലിക്വിഡ് മസ്റ്റ് ബി ദാറ്റ് പ്രോഡക്റ്റ് മസ്റ്റ് ബി സ്റ്റോർഡ്. ഓക്കെ, അപ്പം അതിൻ്റെ ഡിസൈനിങ്ങും ആ ഒരു ബോട്ടിലോ കണ്ടെയ്നർ എങ്ങനെയാണെങ്കിലും അത് നമ്മളത് പിന്നെ ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ പൗഡേർഡ് കൈൻഡ് അപ്പം അതേപോലെ ഏത് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ആണ് നമ്മൾ ഉള്ളത് അതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു പ്രൈമറി കണ്ടെയ്നറും ഉണ്ടാവും, അതേപോലെ അതിനെ കവർ ചെയ്യുന്ന ഒരു സെക്കൻഡറി റാപ്പേഴ്സും ഉണ്ടാവും. അപ്പം ഈ രീതിയിൽ നമ്മൾ ആ പ്രോഡക്റ്റിന് ഫുള്ളായിട്ട് നമ്മൾ ആ പാക്കേജ് ഡിസൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ റെലവൻസ് ഓഫ് പാക്കേജിങ്. ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ സെയിൽസ്. It helps to promote a product. It contributes to the safety of the product. It helps in storage. It helps in product differentiation. It helps in branding and labeling. It creates brand loyalty. So these are the relevance of packaging. First, it increases sales. As I told, the quality and the value of the product is distinct from the package. Okay. അപ്പം അത് അട്രാക്ട് ചെയ്ത് തന്നെ നമ്മൾ എന്താണ് ആ പ്രോഡക്റ്റിലേക്ക് വരും, അതായത് ഡിമാൻഡ് ഉണ്ടാവും. സോ ഇറ്റ് ഇൻക്രീസസ് ദ സെയിൽ. then it helps to promote a product. സോ നമ്മൾ ഒരു പ്രോഡക്റ്റിൻ്റെ നമ്മൾ ആ ഒരു ബ്രാൻഡ് അതെല്ലാം ആ പാക്കേജിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതനുസരിച്ച് നമുക്ക് ആ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. Then to contribute to the safety of the product. Of course, the package or the cover, they have a primary ഉണ്ടാവും, പിന്നെ അതേപോലെ സെക്കൻഡറി. സോ ഇത് രണ്ട് പാക്കിങ്ങിൽ കൂടെയാണ് ആ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തുന്നത്. സോ ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ദ സേഫ്റ്റി. ഇറ്റ് ഹെൽപ്സ് ഇൻ സ്റ്റോറേജ്. ഇപ്പം കണ്ടെയ്നേഴ്സ്, അതേപോലെ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നർ, അതേപോലെ റാപ്പേഴ്സ്, ഈ രീതിയിലുള്ള പല കവറിങ് ഉണ്ടായതുകൊണ്ട് അതനുസരിച്ച് നമുക്ക് കണ്ടെയ്നേഴ്സ് ഒക്കെ ആണെങ്കിൽ അതേപോലെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ പാക്കറ്റ് ജസ്റ്റ് പാക്കറ്റ് ആണെങ്കിൽ നമ്മൾ പാക്കറ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മളൊരു സെപ്പറേറ്റ് ഒരു കണ്ടെയ്നറിലോട്ട് ആക്കി വേണം സ്റ്റോർ ചെയ്യാൻ. അപ്പം ചില
പാക്കേജ് എന്ന് പറഞ്ഞാൽ അത് കണ്ടെയ്നർ ആയിട്ട് തന്നെ വരുന്നു. സോ ഡയറക്റ്റ്ലി നമുക്ക് സ്റ്റോർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. So you can differentiate the product from one another because of this package. അപ്പോൾ ലൂസ് പാക്കറ്റ്സിലാണെങ്കിൽ അവിടെ ലേബിളിങ്ങും വേറെ ഒന്നും ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ യു ടു ഐഡൻറ്റിഫൈ which category of products. So it helps in branding and labeling. Of course, you have the different covers ആണ് ഈ ഒരു പാക്കേജിൽ കൂടെ വരുന്നത്. മെയിൻ പ്രൈമറി പ്രോഡക്റ്റിൽ ബോട്ടിൽ ആണെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്കറിയാം ലേബിളിംഗ് കാണും അല്ലേ. ഫോർ എക്സാമ്പിൾ പെപ്സി ഇതൊക്കെ ആണെങ്കിൽ ആ ബോട്ടിലിൽ തന്നെ എല്ലാ ലേബിളിങ്സും ഒക്കെ വരാറുണ്ട്. ബ്രാൻഡ് എല്ലാം അതിൽ തന്നെ കാണിക്കും. അതല്ലാതെ ഇപ്പോൾ ടൂത്ത് പേസ്റ്റ് ഒക്കെ ആണെങ്കിൽ പേസ്റ്റിൻ്റെ ആ പ്രൈമറി കവറിലും പിന്നെ അതിൻ്റെ റാപ്പറായ അതിൻ്റെ കവറിലും ഒക്കെ ബ്രാൻഡിങ്ങും ലേബിളിങ്ങും ഒക്കെ കൊടുക്കുന്നുണ്ട്. സോ then it creates brand loyalty. So the brand loyalty means the liking to a particular brand. So based on the attraction to a particular product and its wrapper, ഇതെല്ലാം ഒരു ബ്രാൻഡ് ലോയൽറ്റി കൂട്ടാൻ വേണ്ടി അതിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അട്രാക്റ്റ് ആയിട്ടുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ള പാക്കേജിങ് ആണെങ്കിൽ ഇറ്റ് ഈസ് അട്രാക്റ്റഡ് ബൈ ദി കിഡ്സ് ടു ഗെറ്റ് ലൈക്കിംഗ് ടു ദാറ്റ് പർട്ടിക്കുലർ പ്രോഡക്റ്റ്. അപ്പോൾ ഈ രീതിയിൽ ബ്രാൻഡ് ലോയൽറ്റി കൂട്ടാൻ പറ്റും. So these are the relevance of packaging. Now we'll go on to the objectives of packaging. To assemble and arrange the contents in the desired form, to identify the contents, brand and the seller, to facilitate retailers function, to facilitate transporting and storing, to enable the display of contents, to facilitate repurchase, to help in compiling with legal requirements, to provide space for advertising, to provide storage convenience. Properly packed goods need less space. So to provide convenience in use, to provide economies for reuse, to prevent loss in quantity. So these are the main objectives of packaging. That is first നമുക്ക് properly നമുക്ക് അതിൻ്റെ contents arrange ചെയ്യാൻ പറ്റും നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോമിൽ based on the type of product that you have. Then to identify the contents, brand and the seller. അപ്പം എന്താണ് ആ പ്രോഡക്റ്റ്, പിന്നെ അതിൻ്റെ ബ്രാൻഡ്, പിന്നെ ദ മെയിൻ ദ സെല്ലർ ഓഫ് ദി മാനുഫാക്ചർ ഓഫ് ദ പ്രോഡക്റ്റ് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ ഹെൽപ്ഫുൾ ഫോർ റീറ്റെയിലേഴ്സ് ടു give the products to the customers. Then transporting and storing സഹായിക്കും. Then enables the display of the contents. So every content in the is given in the label. So as labeling, so it is given in the package, so it is easy to display. Then to facilitate repurchase, so if you are aware about that particular product with the brand and the labeling, it is easy for you to identify the product and start purchasing. It helps in compiling with legal requirements, so trademarks, then all such ISA mark, all such legal requirements can be given in the package. So we'll come to know whether it is the product is good one. Then to provide space for advertising, so it is always helpful for the advertising to happen. Then it provides storage convenience. Properly packed goods need less space. So the pack, based on the pack that is made for the product, the storage convenience can also be measured. Then the provide convenience in use. Then provide economies for reuse. Some containers can be used for other purposes. So some packages are brought in such a way that it can be used for some other purposes after the product gets over. Then to prevent loss in the quantity.